ആ അല്ല, ഇത് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. അത് മുൻ CEO, നീതി ആയോഗിൻ്റെ മുൻ CEO ശ്രീ അമിതാഭ് നടത്തിയ ഒരു പ്രസംഗമാണ്. ഡൽഹിയിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതായിരിക്കും, കുറച്ച് നാൾ മുമ്പുള്ളൊരു വീഡിയോ ആണ്, ഇന്നാണിപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ത്യയിലുടനീളം ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ആകെ എനിക്കറിയാം, പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം റിമാർക്കബിളായ മാറ്റമാണ്, അഭിമാനകരമായ മാറ്റമാണ്, അവിശ്വസനീയ മാറ്റമാണ്. യൂത്ത് കോൺഗ്രസ് അമിതാഭിൻ്റെ വീട്ടിലോട്ട് മാർച്ച് എടുത്തുമെന്ന് എനിക്കറിയില്ല. KC വേണുഗോപാൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ അമിതാഭിനെ തെറി പറയുമോ എന്ന് എനിക്കറിയില്ല. വസ്തുത വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് KC വേണുഗോപാലിനെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഒരു മിനിമം ലെവൽ കാണിക്കണ്ടേ? അദ്ദേഹം ഈ രാജ്യത്തെ KICCയുടെ ഇന്ത്യ ബ്ലോക്കിന് നേതൃത്വം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളല്ലേ? ഇറസ്പോൺസിബിളായ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട ഒരാളാണോ? ആയിരിക്കേണ്ട പോസ്റ്റിലാണോ KC വേണുഗോപാൽ ഇരിക്കുന്നത്? അദ്ദേഹം എന്താ വിളിച്ചു പറയുന്നത്? എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? എന്ത് കണ്ടിട്ടാണ് KC വേണുഗോപാൽ? അദ്ദേഹം തുറന്നു പറയട്ടെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ്, എന്താണ് ആഗ്രഹം, മനസ്സെവിടെയാണ്? അപ്പോൾ പ്രശ്നം എന്താണ്? ഇത് വസ്തുതകളെ അംഗീകരിക്കണം. KC വേണുഗോപാലിനെ പോലൊരു നേതാവാകട്ടെ, പ്രതിപക്ഷ നേതാവായ VD സതീശനാകട്ടെ, ഒരു വസ്തുത കേരളത്തിനുണ്ടാകുന്ന വികസനത്തെ ഇപ്പോൾ ഇതിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. 2022 നമ്മുടെ നീതി ആയോഗിൻ്റെ, നമ്മുടെ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയുടെ തന്നെ വർക്ക് പെർഫോമൻസ് റിപ്പോർട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് സ്റ്റേറ്റായിട്ട് സ്റ്റാർട്ടപ്പിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തെയാണ്. തുടർച്ചയായി നമ്മളാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് അംഗീകരിക്കുന്നു. ആ ഡേറ്റകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശശി തരൂർ ഇത് പറഞ്ഞത്. എന്തുകൊണ്ടിത് വരുന്നു? നിങ്ങൾ കാണേണ്ടത്, കേരളം 57 EMSൻ്റെ ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളീയ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പുരോഗതി, സമ്പൂർണ്ണ സാക്ഷരത, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന വിധം മാറി. 2016 എത്തുമ്പോൾ ഒരു കെണിയുടെയും പ്രശ്നമില്ല. യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കും, വിയോജിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായി വിയോജിക്കും. ശശി തരൂരിനോട് യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കും, വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിക്കും. അങ്ങനെ ആകട്ടെ പൊളിറ്റിക്സ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ ശശി തരൂരിനോട് അസഹിഷ്ണുത, യൂത്ത് കോൺഗ്രസോ KSO മറ്റോ ശശി തരൂരിൻ്റെ വീട്ടിലോട്ട് മാർച്ച്, ഗോൾവൽക്കറെ പോയിട്ട് വണങ്ങിയ ആളല്ലേ VD സതീശൻ? ഗോൾവൽക്കർ മഹാനാണെന്ന്, ഗോൾവൽക്കർ സ്തുതി നടത്തി, ഗോൾവൽക്കർ അനുസ്മരണം നടത്തിയ VD സതീശൻ വിശുദ്ധൻ. കേരളത്തിൽ ഡേറ്റയുടെ ബേസിൽ വ്യവസായിക പുരോഗതി ഉണ്ടായി, അതെന്നെ വിസ്മയിപ്പിക്കുന്നു, എന്നെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ആളിന് നേരെ കല്ലേറ്. അതെന്ത് നീതിയാണത്? ഗോൾവൽക്കറെ സ്തുതിക്കാം, കേരളത്തെ സ്തുതിക്കാൻ പാടില്ല എന്നാണ്. അതായത് KPCC കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവായിരിക്കുമ്പോൾ VD സതീശൻ MLA ആയിരിക്കുമ്പോൾ അവിടെ പോകാമോ? അതിന് MM ഹസന് പ്രശ്നമല്ല, അതിന് KC വേണുഗോപാലിന് പ്രശ്നമല്ല, അത് സുധാകരന് പ്രശ്നമല്ല, ആർക്കും പ്രശ്നമല്ല. VD സതീശൻ ഗോൾവൽക്കറെ പോയി വഴങ്ങിയത് ശരിയാണോ? ഇപ്പോൾ ഗോൾവൽക്കറെ സ്തുതിക്കാം, കേരളത്തെ സ്തുതിക്കാൻ പാടില്ല. ഗോൾവൽക്കറെ പ്രശംസിക്കാം, കേരളത്തെ പ്രശംസിക്കാൻ പാടില്ല. ഗവർണറെ പ്രശംസിച്ചു. ഏത് ഗവർണറെ? ആരിഫ് മുഹമ്മദ് ഖാനെ. ആര്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിലോട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അന്ന് മാറ്റിക്കൊള്ളിനാടിന് എവിടെയായിരുന്നു? കേരളത്തിൽ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വന്ന പ്രഖ്യാപിത RSS എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, ആരിഫ് മുഹമ്മദ് ഖാൻ പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞയാളാണ് ആര്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്ന് മാത്യു കുൽനാടൻ്റെ നാവ് ഉയർന്നില്ല, അന്ന് KC വേണുഗോപാലിൻ്റെ നാവ് ഉയർന്നില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അത്
അങ്ങനെ പറഞ്ഞത് RSSന് ഗുണകരമാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് എന്താ കോൺഗ്രസ് എത്താത്തെ? കോൺഗ്രസിൽ നിന്നുകൊണ്ട് RSSന് അനുകൂലമാകുന്ന അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കാൻ പാടില്ലായിരുന്നു എന്നെന്തുകൊണ്ട് അന്ന് MM ഹസൻ പറഞ്ഞില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞില്ല? ഇവിടെ RSS വിരുദ്ധ പോരാട്ടം നയിക്കുന്ന ആളാണല്ലോ AICCയുടെ നേതാവ് ശ്രീ KC വേണുഗോപാൽ. അന്നെന്തേ KC വേണുഗോപാൽ പറയാത്തത്? KC വേണുഗോപാലിൻ്റെ അഭിപ്രായമാണോ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്? AICCയുടെ അഭിപ്രായമാണോ അത്? അപ്പോൾ അതിന് വിരുദ്ധമായി അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. ഒരക്ഷരം മിണ്ടില്ലല്ലോ ആരും. ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിസ്മയിപ്പിക്കുന്ന മാറ്റം. ഞാൻ പറഞ്ഞു വന്നത് 2016 മുതൽ സാമൂഹ്യ പുരോഗതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ 2016 ഓൺവേഡ്സ് വ്യവസായിക മേഖല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റമാണിത്. അപ്പോൾ ഈ മാറ്റത്തെ പോസിറ്റീവായിട്ട് കാണാൻ കാരണം ആ മാറ്റത്തെ DYFI തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുണ്ടാകുന്ന ഈ മാറ്റത്തെ ഒരു യുവജന സംഘടന എന്നുള്ളതിൽ ആവേശത്തോടെ കാണുകയാണ്. കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എടുക്കാൻ പോവാണ്. ഒരു യുവജന സംഘടന ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഒരു യുവജന സംഘടന ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. അത് കേരളത്തിൽ നടക്കുകയാണ്, മെബാസോ എന്ന പേര്. അതാ ഈ വരുന്ന 1-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും.